നിങ്ങളെ ഊട്ടിയിലേക്കും അതുപോലെ തന്നെ കൊടൈക്കനാലിലേക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. നമ്പർ 1, നമ്മൾ പോകുന്ന സമയത്ത് ഊട്ടി കൊടൈക്കനാലിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇ പാസ് നിർബന്ധമായിട്ടും നമ്മൾ എടുത്തിരിക്കണം ഓൺലൈനിൽ. അല്ലാത്ത പക്ഷം അവിടെ ചെന്നാൽ നമ്മൾ ബുദ്ധിമുട്ടും. രണ്ടാമത്തത്, നമ്മളെ വാഹനത്തിന്റെ പേപ്പേഴ്സ്, RC ബുക്ക്, ഇൻഷുറൻസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അത് ഓക്കെ ആണെന്നുള്ളത് കൺഫേം വരുത്തുക. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ് ഒറിജിനൽ കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളെ വാഹനം ചിലപ്പോൾ അപകടത്തിൽപ്പെടാം. അധികം ആൾക്കാരും ഊട്ടിയിലേക്ക് പോകുമ്പോൾ മസനക്കുടി വഴി തിരഞ്ഞെടുക്കും കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. സത്യം തന്നെ കാഴ്ചകളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഒരു അപകടം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാഹനം പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ വാഹനം വലിയൊരു കയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വളവൊക്കെ ആയിട്ട് വരുന്നതാണ് മസനക്കുടി റൂട്ട് ഊട്ടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ വാഹനം പെർഫെക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അപകടത്തിൽ പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ വാഹനം കുറേ ലോങ് ഓടിയിട്ട് വരുന്നതിനെ കൊണ്ട് നമ്മളെ റേഡിയേറ്ററൊക്കെ ഹീറ്റായി കിടക്കും. അപ്പോൾ നമ്മളൊന്ന് സത്യമംഗല കാട് കഴിഞ്ഞാൽ ഈ കയറ്റം കയറുന്നതിന്റെ മുമ്പായിട്ട്, ചുരം എടുക്കുന്നതിന്റെ മുമ്പായിട്ട് നമ്മൾ വാഹനം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്